വേറൊരു വിശേഷമായിട്ട് പറയാനുള്ളത്, ഇന്നലെ രാത്രി ഏകദേശം എനിക്കൊരു 140 മിസ് കോൾ വന്നു മൊത്തത്തിൽ. വാട്സപ്പിലും 2 ഫോണിലായിട്ട് മൊത്തത്തിൽ 150 മിസ് കോൾ വന്ന്. മിസ് കോൾ വന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ രാത്രി ഇത്രയും മിസ് കോൾ വന്ന് ലാസ്റ്റ് 5 മണിയായപ്പോഴാണ്, 3 മണി തൊട്ട് കോൾ വരാൻ തുടങ്ങിയതാണ്. 5 മണിയായപ്പോഴാണ് കോൾ അവസാനം. നമ്മുടെ ഫ്രണ്ട് സജിത്ത് വേറെ നമ്പർ, ഞാൻ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിട്ടാണ് ഉറങ്ങുന്നത്, കാരണം രാത്രി ഉറക്കം കിട്ടാൻ വേണ്ടി. നോഫറ പല്ലിയേക്കാനായിട്ട്. ഇപ്പം ഞങ്ങളിത് രാവിലെ പോകണിട്ട് റെഡി ആവണം കേട്ടോ. പല്ലൊക്കെ തേക്കുന്നേ ഉള്ളൂ, പല്ല് വെച്ചാൽ റെഡി ആവില്ലാണ്ട് തേപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സേ, ഞങ്ങളിതേ എന്ത് കിട്ടത്, ലിപ്സ്റ്റിക്ക്. പാതിരാത്രിക്ക് 6 ലിപ്സ്റ്റിക് കാണാൻ. അപ്പോൾ ഞങ്ങളിതേ സമയം ഞാൻ അവിടെ പോയിട്ട് കൊച്ചിൻ്റെ വണ്ടി എടുത്തിട്ട് വന്നു കേട്ടോ. അച്ഛനീൻ്റെ വണ്ടി എടുത്തിട്ട് വന്ന് സംബന്ധിച്ച് നമ്മുടെ വണ്ടിക്ക് ആക്സിലേറ്റർ വെച്ചിട്ട് കറക്കാൻ കൂടുതൽ, അപ്പോൾ കറക്കി എൻ്റെ ഉപ്പാട് വരും. അതുകൊണ്ട് ഞാൻ ചാച്ചൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് അതിന് എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എന്തൊരു ചെറിയ കംപ്ലയിൻറ്റ് വരുമ്പോഴേ നമ്മൾ അത് നോക്കാതെ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി പിന്നെ വലിയ കംപ്ലയിൻറ്റുകൾ വരും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് എടുക്കാമെന്ന് കരുതി. അപ്പോൾ അത് റെഡിയായി. ഞാനും അമ്മേ എലിജി കൊച്ചു കൂടെ പോകുന്നുള്ളൂ. അച്ഛൻ വരുന്നില്ല. അച്ഛൻ നമ്മുടെ ഭരണിക്കാവിൽ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതേ കാലിൽ എന്തോ വേദന ഉണ്ടോ? ഇന്നാളത്തെ വേദനയാണോ, കിടന്നതിൻ്റെ വേദനയാണോ? ഒരു കാലിലേക്കല്ലേ കിടക്കുന്നത് അതിൻ്റെ. അപ്പോൾ അതെല്ലാം റെഡിയായി. എലിജി കൊച്ചിനെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് ഒക്കെ ഈ ബാഗിൽ, പിന്നെ ഡയപ്പർ, പിന്നെ കുടിക്കാനുള്ള വെള്ളം, ഭക്ഷണം, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എന്തുവാ മേക്കപ്പ് സാധനം? അതെന്തിനാ എടി ഭയങ്കര പോയല്ലെന്നാല് ഇറങ്ങാൻ പറ, നമ്മളിപ്പോൾ വരുമെന്ന് പറ. അപ്പം അവിടുന്ന് കുട്ടത്തിൽ കൂടെ വരുന്നുണ്ട്. പിന്നെ വരുന്നുണ്ട്. പറ്റത്തില്ല, ഇടയ്ക്ക് നിന്നെ നോക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ലിജീനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിനെ ലിജീനെ നോക്കാം. അച്ഛൻ ഒറ്റയ്ക്കല്ലോ, അച്ഛനിപ്പം പോവുകയും വേണം. പിന്നെ ഇവിടെ എടുത്തിരുത്താനും അതിനൊക്കെ ഡ്രസ്സ് മാറാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ, ഭക്ഷണം കൊടുക്കാൻ. എന്തൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങാൻ പോകുന്ന സമയം 5:30 ഇപ്പം ഇറങ്ങിയാൽ ഏകദേശം ഒരു 7 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തും. ഓക്കെ. അപ്പോൾ നമ്മളിത് എലിജി കൊച്ചിനകത്ത് കയറ്റി നമ്മുടെ യാത്ര തുടരാൻ പോകണം കേട്ടോ. ശരി. അയ്യോ, സെറ്റർ ഇടിച്ചില്ലേ? ഓ, സെറ്ററും കൂടി ഇടിച്ച് കൊടുക്കട്ടെ. തണുക്കത്തില്ല, വണ്ടി അടച്ചിട്ടോ, AC ഇടുന്നില്ല. ഉറങ്ങാനല്ലേ ഇരുന്ന് സെറ്റർ ഇട്ട്? ഞാൻ ഇട്ടുതരാം, സെറ്റർ ഇട്ടുതരാം. അങ്ങനെ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. ഉറങ്ങാൻ വേണ്ടി തലയിൽ തൊപ്പിയൊക്കെ വെച്ചിരിക്കും കേട്ടോ. ഇവിടെ അങ്ങോട്ട് തിരിയുമ്പോൾ ഉറങ്ങാന്ന് പറഞ്ഞേക്കതേ. അപ്പോൾ നേരെ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോവാം. ഉറങ്ങൂലേ? അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ കുട്ടത്തിയുണ്ട്, അവളെ കൂടെ കയറ്റിയിട്ട് നമുക്ക് പോവാല്ലേ. ഹാൻഡ്ബ്രേക്ക് എടുത്താലേ വണ്ടി മൂവ് ആവും. നമ്മളിന്ന് പോകുന്നത് ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു പരിചയക്കുറവ് ആദ്യം വരും, പിന്നെ ഓക്കെ ആവും. അപ്പോൾ നമ്മൾ യാത്ര പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ ഞങ്ങളിതേ ചുറ്റുമല എത്തി. യാത്രയിൽ ചുറ്റുമല അമ്മതേ വഞ്ചിയിൽ പൈസ ഇടാൻ വേണ്ടി പോയി അമ്പലത്തിൽ. അപ്പം കുട്ടത്തി മുളവനെയാണ് നിൽക്കുന്നത് കേട്ടോ, ചുറ്റുമലയല്ല. ഇത് ഇരിച്ചിട്ടേണ്ട ഉറക്കമൊന്നും ആയില്ല, കാര്യം പറഞ്ഞിരിക്കുക. ഞങ്ങൾ രസകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ നമ്മളിതേ കല്ലമ്പലമായി കേട്ടോ. ഇതേ കുട്ടത്തി ഇടയ്ക്ക് കയറിയായിരുന്നു. അപ്പം ഈ കൊച്ചു ഞങ്ങളുടെ മൊബൈൽ എടുത്ത് വെച്ച് കളിയായിരുന്നു കേട്ടോ. അപ്പം എന്താ വെച്ചാൽ DDRCക്കാർ രാവിലെ ടെസ്റ്റ് നടത്താണ്ട്. അപ്പോൾ ഇവിടെ രാവിലെ ടെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിനടുത്തുള്ള DDRCയിൽ റിസൾട്ട് എടുക്കാം. അപ്പോൾ അത്രയും സമയം നമുക്ക് സേവ് ചെയ്യാം. ഇന്നലെ RT-PCR ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ആയി നോക്കണം. ബാബാ
എന്തോ കേസ് എടുക്കണോ? ആ എന്നാ ബാ കേസ് വേണ്ട. ഇച്ചിരി ക്യൂ ഉണ്ട് കേട്ടോ. രണ്ടുപേര് കയറാണ്ടിരിക്കുക അവിടെ. അമ്മ വരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് വന്നേ കേട്ടാ. എടേ ആ ഫോണൊന്ന് ഓഫാക്കി വെക്കടേ. ഇപ്പോൾ തുടങ്ങിയ പണിയാണ്. ഏടേ ശക്കരപ്പുണ്ടോ മായൊക്കെ ഇരിക്കണ്ടോ. രാവിലെ ലിപ്സ്റ്റിക് ഇട്ട് ഇറക്കിയേക്കോ ആളെ പറ്റിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ അതെ എന്തായാലും ഇവിടെ നമ്മളിപ്പോൾ ഉള്ളത് കല്ലമ്പലത്താണ് കേട്ടോ. കല്ലമ്പലത്തിൽ നിന്ന് സംഭവം എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീകോളിനടുത്തില്ല. അപ്പോൾ ഞാൻ റിസൾട്ട് ആവും. പിന്നെ അതൊന്നുണ്ട് RT-PCR ഞാൻ കൊടുത്തിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാറുണ്ട്. അതിൻ്റെ എപ്പോൾ കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ എന്തായാലും നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പറയാം. ഇവിടെ ചോദിച്ചു നോക്കാം റിസൾട്ട്. അപ്പോൾ ഞങ്ങളിത് ശ്രീകാര്യം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ പമ്പിലൊന്ന് കയറി എണ്ണ അടിക്കാനായിട്ട്. അപ്പോൾ അവരപ്പുറത്ത് ടോയ്ലറ്റിൽ വരെ പോയി. വിശക്കുന്നുണ്ടോ? വിശക്കാനില്ല, പക്ഷെ എത്ര പെട്ടെന്ന് വിശക്കാൻ സാധ്യതയുണ്ട്. അതാണ് പരിപാടി. അപ്പോൾ വിദേശത്ത് കിടക്കുക. നമ്മളോട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ടേക്കോ. വണ്ടി എടുത്ത് മാറ്റാം ഇല്ലേ. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ ആശുപത്രി ചെല്ലും. അമ്മയുടെ റിസൾട്ട് ആയെന്ന് നോക്കണം. അതിനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അതും കൂടെ നോക്കിയിട്ട് പോകാം കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ മെഡിക്കൽ കോളേജ് ശ്രീത്രയിലെത്തി ടോക്കൺ എടുത്തു കേട്ടോ. MRI ചെയ്യാനുള്ള ടോക്കൺ എടുത്തു. പക്ഷേ നമ്മൾ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നില്ല. അതും കൂടെ മേടിച്ചാലേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. തിരക്കിയിട്ടൊക്കെ വരാം കുറച്ച് നേരം. എന്താ പറ്റുമെന്ന് നോക്കട്ടെ. ഞങ്ങളതാ അങ്ങനെ MRI എടുക്കാനായിട്ട് വന്നു. അമ്മ അകത്ത് കയറി കേട്ടോ. അമ്മയും കുട്ടത്തിയുടെ MRI എടുക്കാൻ വേണ്ടി കയറി. ഞങ്ങളെന്താ പരിപാടി വെച്ചാൽ ഞാനിപ്പോൾ ബില്ലൊക്കെ അടച്ചിട്ട് വന്ന് ഞാൻ ലിജീനെയായിട്ട് ഇവിടെ ഇരിക്കുക. പുറത്ത് വായി നോക്കി ഇരിക്കുക കേട്ടോ. കുറച്ച് നേരം എടുക്കും MRI എടുക്കാൻ വേണ്ടി. അതുവരെ ഇവിടെ ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ അത് കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയാം കേട്ടോ. സ്കാനിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഇനി അടുത്ത എക്സ്റേ എടുക്കാനുണ്ട്. അമ്മയ്ക്ക് എടുക്കാൻ വേണ്ടി പോവാം. സ്കാനിങ് സെൻറ്റർ വേണ്ടി ഒരു കരച്ചിൽ, നിലവിളിയും ഒരു കരച്ചിലും ഒക്കെ. സ്ട്രെച്ചറിലൊരു ചേച്ചീനെ കൊണ്ടുപോയി 100 ഒരു ചേച്ചീനെ കൊണ്ടുപോയി പറയും. ഭയങ്കരമായ കരച്ചിലും നിലവിളിയും. എന്തിനു കരുതേ? ഇനി അമ്മയ്ക്കിത് MRI കഴിഞ്ഞു, CT സ്കാൻ കഴിഞ്ഞ് ഒരു എക്സ്റേ ഉണ്ട്, പിന്നെ PCV എന്ന് പറഞ്ഞ ടെസ്റ്റും കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറെ കാണണം. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം ശ്രീത്രയിൽ വന്നിട്ട് ഏകദേശം 6 മണിക്ക് വന്നതാണ്. ഏകദേശം 1 മണിയാവുന്നു. ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ അമ്മയ്ക്കിത് ECGയും എക്സ്റേകളും അടുത്ത ടെസ്റ്റിനെ കുറിച്ച് വന്ന് അപ്പോൾ അവരങ്ങോട്ട് പോയേക്കും. അപ്പോൾ ഞങ്ങളിത് ഫുഡൊക്കെ കഴിക്കാനായിട്ട് റെഡിയായിട്ടിരിക്കുക. ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ലിജിത് ആകെ വിശന്നിരിക്കണോ? എല്ലാവരും എന്തോ പറയണ്ടേ. ലുലുവിലൊന്നും പോകണില്ല, നേരെ വീട്ടിൽ പോവാം. ലുലുവിലൊന്നും പോകണില്ല. ലുലുവിൽ പോകണില്ല. ഞങ്ങൾ നേരെ ഇത് പരിപാടിയൊക്കെ ആയിട്ട് വേറെ വീട്ടിൽ പോകാനുള്ള പരിപാടി കേട്ടോ. അമ്മയ്ക്ക് ഇപ്പം ടെസ്റ്റുകൾ കുറയാണ്. നമ്മൾ ആകെ ക്ഷീണിച്ച്. ഇനിയിപ്പോൾ ലുലുവിലൊക്കെ പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് നേരെ വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞങ്ങളിതേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി വീട്ടിലേക്ക് പോകും കേട്ടോ. ഇനി വേറെ എങ്ങും പോകണില്ല. കാരണം നമ്മുടെ ഒരു മാമൻ മരണപ്പെട്ടു. അതുകൊണ്ട് വൈകിട്ട് നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോകാൻ തരുത്തി. ഇവിടേക്കോളം വിട്ട് നമ്മൾ ഉള്ളൂരെത്തി. അപ്പോൾ അതുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങ് പോവാം. ഇവിടെ കിടന്ന് കറങ്ങണ്ട. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാനാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് തോന്നില്ലേ. ECG ഒക്കെ എടുത്തു, എക്സ്റേ എടുത്തു. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നേരെ ഡോക്ടറിനെ കണ്ടാൽ മതി. വേറെ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറണം കേട്ടോ. ഭക്ഷണം അവിടെ കഴിച്ചിട്ട് അങ്ങ് പോവാം. ഓക്കെ. അതെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. കുട്ടത്തിന് ഇറക്കാം, പെങ്ങളെ ഇറക്കാൻ വേണ്ടി വന്നേ. എന്തുവാ അല്ലേക്കോ വരുന്നോ? ശ്രീക്കുട്ടൻ വരുന്നോ? എവിടെയാ പട്ടി അടിച്ച് നോക്കട്ടെ. ബെസ്റ്റ് കാണാനും വൈകിട്ടാ. വീട്ടിൽ പോക്കോ. രാവിലെ വരും അമ്മ. അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീക്കുട്ടൻ എന്തായാലും ഒറ്റയ്ക്ക് പോവില്ല, അത് ഉറപ്പാണ്.
അപ്പൊ ഞങ്ങളിത് പോവാണ് കേട്ടോ. ടാറ്റ. ക്രിസ്മസിന് കാരണം എടാ വെള്ളം മേടിച്ചടാ വീട്ടിൽ. വെള്ളം മേടിച്ചു. കൊച്ചുവെള്ളം തുഴയാൻ പറ്റിയ വെള്ളം മേടിച്ചിട്ടുണ്ട്. എന്നാൽ വെള്ളം തുഴയാം. അപ്പോൾ ഞങ്ങളിത് ഫ്രണ്ട്സേ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയുള്ളൂ. ഏകദേശം 9 മണിയാവുന്നു. എൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അച്ചാച്ചനെ അച്ഛാമ്മയൊക്കെ ഒന്ന് വിളിക്കാൻ വേണ്ടി പോയി അല്ലേ. ഭയങ്കര യാത്ര ആയിരുന്നില്ലേ ജി? രാവിലെ 5:30 പോയിട്ട് രാത്രി 9 മണിയായപ്പോൾ വീട്ടിലെത്തിയത്. ഞങ്ങൾ കഞ്ഞി വെച്ചോണ്ടിരിക്കും. കഞ്ഞി കുടിക്കണം. ഉച്ചയ്ക്ക് ലേറ്റായിട്ട് ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് ലൈറ്റായിട്ടൊരു കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഇന്ന് പോയി കിടന്ന് ഉറങ്ങാമെന്നൊക്കെ കരുതോ അല്ലേ. അപ്പോൾ ഫ്രണ്ട്സേ, അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഏകദേശം ഒരു 9 മണിയായപ്പോൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റു, കാപ്പിടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ തപ്പിപ്പിറക്കി എടുക്കും അമ്മ. അതേ കൊച്ചാണ് ഇവിടെ ഇരിപ്പുണ്ട്. കാപ്പിടിയൊക്കെ കഴിഞ്ഞു. പുട്ടൊക്കെ വാരി പുട്ടഭിഷേകമൊക്കെ കഴിഞ്ഞ് ദേഹത്തോടെല്ലാം തലവഴിയെല്ലാം പുട്ടും വാരിയിട്ട് ഒക്കെ ഇരിക്കും കേട്ടോ അല്ലേ. പകുതി വാരി തറയെ കളഞ്ഞു, കഴിച്ചില്ല. അപ്പോൾ എന്താ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ, ഇന്നലെ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ വന്നപ്പോൾ കുറേ ലേറ്റായി. എന്നിട്ട് പോയി കിടന്നുറങ്ങിയാണ് കേട്ടോ. അപ്പം ഉറക്കത്തിൽ കുറേ എന്താ പറയുക ഭയങ്കര യാത്രയായിരുന്നു. 4 മണിക്ക് രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് വൈകുന്നേരം 9 മണിയായപ്പോഴാണ് യാത്ര തിരിച്ചിവിടെ എത്തി. എന്തോ ഭയങ്കര ക്ഷീണമായിപ്പോ ഇല്ലേ. ഭയങ്കരമായിട്ട് ഉറങ്ങി. എവിടാ? ആശുപത്രി തന്നെ 5-5 മണിക്കൂർ ഇരുന്ന്. അതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ മെയിനായിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ, വേറൊരു വിശേഷമായിട്ട് പറയാനുള്ളത്, ഇന്നലെ രാത്രി ഏകദേശം എനിക്കൊരു 140 മിസ് കോൾ വന്നു മൊത്തത്തിൽ. വാട്സപ്പിലും 2 ഫോണിലായിട്ട് മൊത്തത്തിൽ 150 മിസ് കോൾ വന്ന്. മിസ് കോൾ വന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, രാത്രി ഇത്രയും മിസ് കോൾ വന്ന് ലാസ്റ്റ് 5 മണിയായപ്പോഴാണ്, 3 മണി തൊട്ട് കോൾ വരാൻ തുടങ്ങിയതാണ്. 5 മണിയായപ്പോഴാണ് കോൾ അവസാനം. നമ്മുടെ ഫ്രണ്ട് സജിത്ത് വേറെ നമ്പർ, ഞാൻ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. കാരണം രാത്രി ഉറക്കം കിട്ടാൻ അവസാനം ലിജിയുടെ ഫോണിലേക്ക് സജിത്ത് വിളിച്ചു. അത് ലിജിയുടെ ഫോണിൽ കുറേ മിസ് കോൾ വന്നതിന് ശേഷം എടുത്തത്. 5 മണിക്ക് സൈത്ത് വിളിച്ചപ്പോൾ എന്നാൽ ഇന്നലെ കൊല്ലത്തുണ്ടായിരുന്നു സൈത്തും വൈഫൂടെ. അല്ല, കൊല്ലത്ത് വന്നിട്ട് രാത്രി കോട്ടയത്ത് പോയി. കോട്ടയത്ത് നിന്നപ്പോഴാണ് വിളിച്ചത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, രാത്രി എങ്ങനെ ഫോണ് കൈതട്ടി ലൈവായിപ്പോയി. ലൈവ് 3 മണിക്ക് തുടങ്ങിയ ലൈവ് കോട്ടയത്ത് വർക്കിനെ വന്ന. ഞാൻ പോകണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, എനിക്ക് പോകാൻ പറ്റാമായിരുന്നു. അപ്പോൾ രാത്രി കൈതട്ടി ലൈവായി. 3 മണിക്ക് തുടങ്ങിയ ലൈവ് ഏകദേശം 5 മണിയോടെ അവസാനിച്ച ലൈവ്. 2 മണിക്കൂർ പല സ്ഥലങ്ങളിൽ നിന്നാണ് കോൾ വന്നത്. നോർവേ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്ന് കോൾ വന്നു. ആരാന്നറിയില്ല. എന്തായാലും നമ്മൾ താഴെ കമൻറ്റ് ചെയ്യണം ആരാ വിളിച്ചതുള്ളത്. മൊത്തം കോള് ടൈം ചെക്ക് ചെയ്യുകയാണെങ്കിൽ 140 മിസ് കോളാണ് ടോട്ടൽ ഞാൻ ഇപ്പോൾ കൗണ്ട് ചെയ്തത്. ഇനി വാട്സാപ്പിൽ വേറെ കോൾ വന്നിട്ടുണ്ട്. ഇത്രയും സമയത്താണെങ്കിൽ പലരും വിളിച്ച് കോള്. കാരണം പുറത്തുനിന്നുള്ളവർ ഭയങ്കര ഉറക്കമായിരുന്നു. ഭയങ്കര ഉറക്കം. കൊല്ലത്ത് വീട്ടിൽ വന്നിട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മളൊരു മരണത്തിന് പോയി. അതെ, മരണ വീട്ടിലും കേറിയിട്ട് വീട്ടിൽ വന്നില്ല, ചിറ്റോല വന്നു. അതേ കണക്ക് അതുവഴി അങ്ങ് പോയി. വീട്ടിലോട്ട് വരാൻ നിന്നപ്പോഴാ മരണത്തിന് പോയിട്ട് വരാൻ തരും. പിന്നെ ക്ഷീണമല്ലേ, അപ്പോൾ എന്തായാലും അവിടെ പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങ് വളരെ വേണ്ടപ്പെട്ടവരാ. അപ്പോൾ അവിടെ പോയി മരണത്തിനും പോയിട്ട് ഏറ്റവും അടുത്ത ബന്ധം പിന്നെ തന്നെയല്ല ലിജി സ്ത്രീ ആണെന്നറിഞ്ഞ ഉടനെ അവരെല്ലാം ഓടി എത്തിയവരാ. അതെ, രാത്രി പകലില്ലാതെ എല്ലാവരും ഓടി എത്തിയവരാ. അപ്പം അത്രയും പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ പോകാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് രാത്രി തന്നെ പോയിട്ട് രാത്രി തിരിച്ചു വന്നു. എന്നിട്ട് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചത് 11:30 അടുത്തോളം അരി. അതെ, അച്ഛൻ നേരത്തെ അരി ഇട്ടായിരുന്നു. അച്ഛൻ ഞങ്ങൾ വരുന്നതിന് മുമ്പ് അച്ഛൻ ചോറിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്ന സമയത്ത് തന്നെ പിന്നെ കറി ഉണ്ടാക്കിയിട്ട് കഴിച്ചു. കഞ്ഞി ഞങ്ങളങ്ങനെ ചോറ് കഴിക്കുന്ന പതിവില്ല. പിന്നെ ഞങ്ങൾ വരാൻ താമസിക്കുന്നത് കൊണ്ട് പിന്നെ കഞ്ഞി ഉണ്ടാക്കാന്ന് കരുതി. അങ്ങനെ കഞ്ഞിയും പയറും ആക്കി ഞങ്ങൾ കഞ്ഞിയും പയറും കുടിച്ചു. രാത്രി 11 മണിയായി കിടന്നപ്പോ. 11 ആയി കിടന്നപ്പോ. 11 12 മണി ക്ഷീണം തോന്നിയില്ല. കിടന്ന ഉടനെ ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ സൈത്ത് വിളിക്കുമ്പോഴേ അറിയുന്നത്. പല കോൾ വന്നു. പല കോൾ വന്നു. എൻ്റെ ഫോണിൽ എല്ലാവരും വിളിച്ചു. എൻ്റെ ഫോണിൽ സൈലന്റ് ആയത് കാരണം അല്ലേ ലിജി ഒന്നും അറിഞ്ഞില്ല. സാധാരണ 5 മണിക്ക് ലിജി എണീറ്റ് മൊബൈലിൽ കാണുന്നേ. ലിജി ഒന്നും അറിഞ്ഞില്ല.
ഞാൻ കോള് വരുന്നവരുണ്ട്. ഞാനപ്പോൾ സ്വപ്നത്തിൽ കോള് വരുന്നതായിട്ടാ ഞാൻ കരുതുന്നത്. കോള് മിസ് കോള് കേൾക്കുന്ന സ്വപ്നത്തിൽ ഏതോ കോള് വരുന്നത്. അപ്പോൾ എടുക്കാൻ ശ്രമിക്കുന്നത് പറ്റുന്നില്ല. അങ്ങനെയാണ്. പിന്നെ ഞാൻ എപ്പോഴും ഉണർന്ന് നീ കൊറേ കോളെടുത്തപ്പോഴാ ലിജി എന്താന്ന് ചോദിച്ചു. ആ വീഡിയോ ഞാനിപ്പോ ലൈവ് ആക്കി വിട്ടാണ് അതിനകത്ത് അറിയാം. ലിജി ചോദിക്കുന്നുണ്ട് എന്താ പറ്റി. ഞാൻ പറഞ്ഞ മിണ്ടല്ലേ എന്താ സംഭവം നോക്കട്ടെന്ന്. അങ്ങനെ സൈത്ത് പെട്ടെന്ന് വിളിച്ചപ്പോ ഞാൻ ആകെ പേടിച്ചും പോയി. എന്തോ ചെയ്യണമെന്ന് അറിയാമേ. ഞാൻ വിചാരിച്ചു സൈത്ത് ഇന്നലെ കൊല്ലത്തോടെ ഉണ്ടായിരുന്നല്ലോ, അവനെന്തെങ്കിലും പറ്റിയ അപകടം എന്തെങ്കിലും പറ്റിയിട്ട് എന്നെ വിളിക്കുവാണോ എന്നൊക്കെ പെട്ടെന്ന് ചിന്തിച്ച് കോളെടുത്തു. പക്ഷെ അതിനാ പറഞ്ഞാ ഇത് ചെയ്ത ലൈവ് പോകുന്നുണ്ട്, ലൈവ് കട്ട് ചെയ്യുമെന്ന് പറയുന്നത്. അതിന് മുമ്പേ കുറെ പേര് വിളിച്ചേട്ടാ. അങ്ങനെ സംഭവിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ സംഭവിക്കും. എന്താ പറ്റിയെച്ചാല് ഇന്നലെ ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിയത്. ഇതിനകത്തിരുന്ന് ഉറങ്ങി, സോഫയിൽ ഇരുന്ന് ഉറങ്ങി. അപ്പൊ ഇവളെ എൻ്റെ അവിടെ വന്ന് കിടക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങി. ആ ഫോൺ അതേ കണക്ക് കണ്ട് ഓഫാക്കിയില്ല. പക്ഷേ അല്ല, ഓഫാക്കിയിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയത്. പക്ഷെ എന്തോ സംഭവിച്ചത് അറിയത്തില്ല. ഓഫാക്കി വെച്ചിട്ട് തന്നെ ഉറങ്ങിയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ എന്താ വെച്ചാല് കട്ടിലിന്റെ സൈഡിലോട്ടോ വെച്ചു. കാരണം മൊബൈൽ അവിടെ വെക്കുക. ഞാൻ മൊബൈൽ ജനലല്ല സാധാരണ വെക്കാറ്. അപ്പൊ ഇന്നലെ ജനല് തുറന്നു കിടന്ന് ജനൽ അടയ്ക്കാൻ വയ്യ, ക്ഷീണം ഉറക്കാൻ കാരണം ജനല് സൈഡിൽ നിന്ന് ആരെങ്കിലും കട്ടോണ്ട് പോകുന്ന വിചാരിച്ചിട്ട് ജനല് സൈഡ് വെക്കാതെ ഞാൻ അവിടെ തന്നെ വെച്ചിരുന്നു. തീർച്ചയായിട്ടും ജനല് എന്റെ അരിയിലായിരുന്നു. ജനലായിരുന്നെങ്കിൽ കള്ളം കൊണ്ട് റോഡ് സൈഡ് അല്ലയോ. കോൾ അടിക്കാൻ മിസ് കോൾ അടിക്കുന്ന കാണുമ്പോ ആരെങ്കിലും നടന്നോ വന്ന് എടുത്തോണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ എങ്ങനെയോ ലൈവ് ആയിപ്പോയി. സാധാരണ നമ്മൾ ലൈവ് ഇട്ടാലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കും, നടക്കത്തില്ല, ലൈവ് ആവത്തില്ല. വീണ്ടും ലൈവ് ആവത്തില്ല. 2-3 വട്ടമൊക്കെ ശ്രമിച്ചാലേ ലൈവ് ആയത്തുള്ളു. ഉറക്കത്തില് അപ്പോഴേ ലൈവില് പോയി. അതെങ്ങനെ പോയെന്നറിയാൻ വേണ്ടി ഇവിടെ അങ്ങനെ സ്വപ്നത്തിൽ ലൈവ് ഇടുന്ന കാണാൻ കണ്ട് ചെയ്തതാണോ എന്നൊരു ഡൗട്ട് വന്നു. മൊബൈലൊന്നും കളിക്കാനെടുക്കൂല. അച്ഛൻ്റെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അച്ഛൻ രാവിലെ ഞങ്ങൾ വലയിടാനായിട്ടുള്ള പരിപാടി, മീൻ എന്തേലും. അപ്പം ഇന്നലെ ഞങ്ങൾ വന്നപ്പം കേരച്ചൂര മേടിച്ചായിരുന്നു. അപ്പോൾ കുട്ടത്ത് കേര മേടിച്ചു പെങ്ങൾ. അപ്പോൾ അവൾ ഞാൻ കൂടെ ഒരു 1/2 കിലോ വാങ്ങി തന്നു. അപ്പോൾ ഞാനത് കറി വെക്കാൻ പോവാം. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്താ വെച്ചാൽ MRI ചെയ്തിട്ട് എങ്ങനെ ഉണ്ട്. ലിജി ഇപ്പോഴത്തെ പോയപ്പോഴേ അമ്മയടുത്ത് പറഞ്ഞ് പേടിക്കരുത് അല്ലേ. ഈ എത്ര MRI ചെയ്ത് മൊത്തം? 5 പ്രാവശ്യം. CT സ്കാൻ എല്ലാം കൂടെ ഒരു 9 പ്രാവശ്യം മൊത്തം. CT സ്കാൻ 5 തവണ ചെയ്തെന്ന് തോന്നുന്നു. ഒരേ സമയം പുറത്തുനിന്ന് എടുത്തായിരുന്നു, നട്ടലിൽ നിന്ന് എടുത്തായിരുന്നു. എക്സ്റേ എടുത്തായിരുന്നു. കൊറേ പ്രാവശ്യം എടുത്തു. അപ്പൊ അതാണ് സംഭവം കേട്ടോ. അപ്പൊ ലിജി ഇവിടുന്ന് പോയപ്പോഴും അമ്മയടുത്ത് പറഞ്ഞ് പേടിക്കല്ലേ, ഭയങ്കര സൗണ്ട് ആയിരിക്കും അല്ലേ. എന്തോ ലിജി എന്തോ പറഞ്ഞെന്തോ പറഞ്ഞായിരുന്നല്ലോ. ഇറങ്ങി ഓടിപ്പോവാൻ തോന്നും. സൗണ്ട് കേൾക്കുമ്പോ ഇറങ്ങി ഓടിപ്പോവാൻ തോന്നും. ഇറങ്ങി ഓടാൻ തോന്നും നമുക്ക്. ആ സൗണ്ട് അത്രയ്ക്കും ഭയങ്കര സൗണ്ടാ നമ്മുടെ ചെവിയിൽ വന്ന് അടിച്ചു കയറുന്നത്. പിന്നെ തന്നെയല്ല, ആദ്യമായിട്ട് ചെയ്യുന്നവരാകുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടാകും. കാരണം ഒരു ഹോളിനകത്ത് കയറ്റി അങ്ങ് വിടുവല്ലയോ, അതിൻ്റെതായ ഒരു പേടി. പക്ഷെ ഞാൻ പിന്നെ ആദ്യം എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെയൊക്കെ കടന്ന്. അതുകൊണ്ട് ആ പേടി ഒത്തിരി യൂട്യൂബിലെ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ കിടന്ന് വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നതും പിന്നെ കമന്റ് അടിക്കുന്നതും ഒക്കെ അങ്ങനെയൊക്കെ അതൊക്കെ അങ്ങ് ചിന്തിച്ചു. കാരണം മനസ്സിനകത്ത് പേടി വരാൻ പറ്റത്തില്ലല്ലോ. അതിനകത്ത് വെച്ച് വല്ല ടെൻഷൻ വല്ല ഉണ്ടായി കൂടി വേറെ ആയിപ്പോയാൽ അറിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് വേറെ കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അതിനകത്ത് കിടന്ന് ദൈവത്തെ വിളിച്ചുകൊണ്ട് 1 മണിക്കൂർ കിടക്കണമായിരുന്നു. 1 മണിക്കൂർ പിന്നെ അതിനിടയ്ക്ക് വെച്ച് എനിക്കൊരു ചുമയൊക്കെ വന്ന് കഫമൊക്കെ പുറത്തു വന്നു. പിന്നെ ഞാൻ അവര് നമുക്കൊരു സിഗ്നൽ തരും. അവര് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി അറിയിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതിൽ ഞാൻ നിൽക്കും. പിന്നെ അവര് പെട്ടെന്ന് ഉടനെ വന്ന് എന്നെ കൊണ്ട് അവര് തോർത്തില് കുപ്പിച്ച് അങ്ങനെ ഞാൻ നിന്റെ കൂടെ MRI കയറിയാണല്ലോ, ഞാൻ കണ്ടില്ലായിരുന്നല്ലോ.
ഞാൻ കണ്ടില്ലല്ലോ. അവസാനത്തെ അല്ല ഇവളെങ്ങനെ അറിയാനത്? അവസാനത്തെ ഏത്തക്കൊക്കെ അവസാനം MRI എടുക്കുമ്പോ ലിജിക്ക് ബോധവേ ഇല്ലായിരുന്നു. ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. എനിക്കറിയാലോ, ഞാനല്ലേ MRI കൊണ്ടുവന്നേ. എടാ ഒരു വർഷം എടുത്തപ്പോ ഫസ്റ്റ് ടൈമിൽ എടുത്തപ്പോഴായിരിക്കും. ഫസ്റ്റിൽ എടുത്തതാ. ലാസ്റ്റ് ഒന്ന് MRI എടുത്തപ്പോ എനിക്ക് ബോധവേ ഇല്ല. ഇവിടെ വെച്ചിട്ട് ആ ഇവിടെ വെച്ച് MRI എടുത്തായിരുന്നു. ആ അത് അന്നേരം ബോധം ഉണ്ടായിരുന്നു. ശ്രീധരച്ചനക്ക് ബോധം ഇല്ല. അവസാനത്തെ MRI എടുക്കുമ്പോ നിന്റെ സിറ്റുവേഷൻ എന്തോ അറിയോ? അളിയനോട് ചോദിച്ചറിയാം നിന്റെ സിറ്റുവേഷൻ എന്താന്ന്. നിന്നെ ലാസ്റ്റായിട്ട് MRI എടുക്കുക ലിജീനെ. കാരണം ഇനി ഒന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞിട്ട് അവർ MRI എടുക്കുക. അതിന് ശേഷമാണ് ലിജി റിക്കവർ ആവുന്നത്. ഇത് ഓർമ്മ നിൽക്കുന്നത് ഫസ്റ്റിലുള്ള ഓർമ്മ നിൽക്കുന്നത് കൊല്ലത്ത് വെച്ചെടുക്കുന്നത്. ഇല്ലടി എനിക്കറിയാം, ഞാനല്ലേ നിന്നെ കൊണ്ടുപോയി. പുറത്ത് അതിന് ഇയാള് കണ്ണു തുറന്ന് നോക്കിയിട്ട് വേണ്ടത് അറിയാന്. ഓരോ ഓർമ്മ ലിജിക്കില്ല. ലിജിക്ക് എടുത്ത MRI അല്ല എടുത്ത CT സ്കാൻ ചെയ്തതിന്റെ കാര്യം പറഞ്ഞത്. എന്താ അറിയോ, വയറുവേദന പറഞ്ഞിട്ട് CT സ്കാൻ എടുത്തു. അവിടെ വെച്ച് ലാസ്റ്റിക്ക് ബോധമൊക്കെ വന്നിട്ട് വയറുവേദന പറഞ്ഞു അബ്ഡോമന്റെ CT എടുത്തു. പുറത്തുകൊണ്ടുപോയി അവിടെ നിന്ന് സ്ട്രെച്ചറിലോട്ട് കിടത്തി. ഓർമ്മയുണ്ട്. ചേച്ചിയൊന്നും ഇല്ല. അല്ലെ അത് ഫസ്റ്റ് ടൈമാ. ഫസ്റ്റ് MRI എടുത്താ നീ പറയുന്നേ. നിനക്ക് ബാക്കി ഒന്നും ഓർമ്മയില്ല. ആ എന്നാ എനിക്കല്ലല്ലോ അറിയാം, നിനക്കല്ല അറിയത്തുള്ളൂ. ഇതിനെ കുറിച്ച് MRI എടുത്ത് എത്ര MRI എടുത്ത് ആകെ 2 പേർക്ക് അറിയുള്ളൂ. നിനക്ക് MRI എത്ര അതാർക്കൊക്കെ അറിയാം? അനീഷ് അളിയന് എനിക്ക് മാത്രമല്ല നിനക്ക് എത്ര MRI എടുത്തത്. അതിൽ എത്ര MRIക്ക് നിനക്ക് ബോധം ഉണ്ടായിരുന്നു? ICU നിന്നെ കൊണ്ടുപോയിട്ട് എടുത്ത CT സ്കാനാ. പോയി വിട്ടെ. MRI എനിക്ക് എടുത്തിട്ടില്ല. ഞങ്ങൾ തമ്മിൽ തർക്കമായിട്ട് MRI ലിസ്റ്റ് എല്ലാം ഇവിടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കേട്ടോ, അമ്മ അങ്ങനെ MRI എടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ലിജി കേട്ടോ. അപ്പോൾ അതിന് അമ്മ എടുത്ത് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞാൽ അമ്മ ഇറങ്ങി എഴുന്നേറ്റ് ഓടാൻ തോന്നും. പക്ഷെ ഓടരുത്, ഭയങ്കര സൗണ്ടായിരിക്കും. അങ്ങനെ MRI ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും അമ്മയ്ക്ക് ഇന്നലെ CT സ്കാൻ ചെയ്തു. അപ്പോൾ MRIയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് കണ്ടു എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് മെഡിസിൻ കഴിച്ച് മാറ്റണോ ഇത് മാറ്റണോ എന്നൊക്കെ. അതിനുശേഷം എന്നെ ഡോക്ടർ വിളിച്ചു. പ്രമോദ് എന്ന് പറയുന്ന ഡോക്ടറെ, കാർഡിയോളജിയുടെ ഡോക്ടറെ നേരിൽ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ അടുത്ത റിസൾട്ട് വരുന്ന ഡേറ്റ് വിളിച്ച് ചോദിച്ചിട്ട്, അപ്പോൾ മിക്കവാറും 23-ാം തീയതി ആയിരിക്കും റിസൾട്ട് കിട്ടുന്നതെന്ന് തോന്നുന്നു. അത് മേടിച്ചതിന് ശേഷം 29-ാം തീയതി ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വരുമ്പം 2 ആഴ്ചയും കൂടെ കഠിനമായിട്ട് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് റെസ്റ്റ് വേണം. പിന്നെ ചുമ ഇപ്പോൾ കൂടെ നിൽക്കുക. ഇന്ന് ആശുപത്രി പോകണമല്ലേ. ചുമ കൂടുതലാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ആശുപത്രി പോകണം. ലിജിക്കും ആശുപത്രി പോകണം. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ആശുപത്രി പോകാനുള്ള പരിപാടി. അതിന് മുന്നേ ഞാനും അച്ഛനും കൂടെ വലയിടാൻ പോവാണ്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നലെ MRI പോയിട്ട് ശ്രീധരൻ എന്നുള്ള വിശേഷങ്ങൾ. അല്ലല്ലോ അതെ, അതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ നിന്ന് വീട്ടിൽ വരുന്നവരെ രാവിലെ ഉറക്കം പോയി, അത്രേ ഉള്ളൂ. 4 മണിക്ക് എണീറ്റ് എന്നോട് തലേന്നേ പറഞ്ഞു എന്നെ വിളിക്കല്ലേ, നിങ്ങൾ പോകാൻ വണ്ടി കയറാൻ നേരത്തെ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഭക്ഷണം പോലും കഴിക്കാതിരുന്നു. അതെന്താ? നിങ്ങൾക്ക് ഒരുങ്ങാതെ എന്നെ വിളിക്കും, അതുകൊണ്ടാ സംഭവം. അപ്പോൾ അതാണ് കേട്ടോ കാര്യം. അപ്പോൾ ഇന്നലെ ഭയങ്കര ഒരു അബദ്ധം പറ്റിപ്പോയി, രാത്രി ലൈവായി പോയത്. അപ്പോൾ ഇതാണ് വിശേഷം. MRIക്ക് പോയിട്ട് എന്തായെന്ന് കുറേ പേര് മെസ്സേജ് രാത്രി തന്നെ അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. കാരണം ഭയങ്കരമായ ക്ഷീണം. ഒന്നത് ഒറ്റ സ്ട്രെച്ചിൽ വണ്ടി ഓടിച്ച് ഞാൻ വരുന്ന വഴിക്ക് ഇവിടെ ചാത്തന്നൂർ സ്ഥലം എത്താറായപ്പോൾ എനിക്ക് ഉറക്കം വന്ന് ഞാൻ കണ്ണടഞ്ഞടഞ്ഞ് പോയി. അപ്പോൾ ലിജിയാണ് എൻ്റെ കൂടെ ഫ്രണ്ടിൽ സീറ്റിലിരുന്നത് കേട്ടോ. ലിജിയെ കൊണ്ട് അങ്ങനെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ ലിജി ഒരു 50 വട്ടം കുട്ടാന്ന് വിളിക്കും. ഒരു സെക്കൻഡിൽ 50 വട്ടം കുട്ടാന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്നെ തോണ്ടിയിരിക്കും. അപ്പോൾ അതാണ്. അത് കഴിഞ്ഞ് അത് അങ്ങനെ
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി എല്ലാവരെയും കണ്ടു, ബന്ധുക്കാരെല്ലാം കണ്ടു, സംസാരിച്ചു. അപ്പോൾ കിഴക്കലെ പാപ്പനും അത് മരണം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കിഴക്കലെ രശ്മിയുടെ അച്ഛൻ്റെ ചേട്ടൻ, അമ്മായിയപ്പൻ്റെ ചേട്ടൻ, അതായത് കട്ടിക്കൊണ്ട് പോയ വീട്ടിലെ ചെറുക്കൻ്റെ വല്യച്ഛൻ. അത് ഞങ്ങളുടെ മാമനാ, ഞങ്ങളെല്ലാവരും മാമനാ. അതുകൂടെ ബന്ധത്തിൽ തന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്, അങ്ങനെ ബന്ധമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും മസ്റ്റായിട്ട് പോയേ പറ്റും. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ മാമൻ സുഖമില്ലാതെ, മാമന് ക്യാൻസറായിട്ട് കിടന്നിരുന്നതാണ്. അപ്പോൾ ഇച്ചിരി സെവിയറായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഭയങ്കരമായിട്ട് കൂടി, അങ്ങനെയാണ്. അപ്പോൾ അതിന് എന്തായാലും മാമനെ ഞങ്ങൾ കാണാൻ കഴിഞ്ഞ ആഴ്ച പോയായിരുന്നു. അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കരമായ ടാസ്കുകളാണ് മൊത്തത്തിൽ. ഡ്രസ്സ് അലക്കാനുണ്ട്, ഡ്രസ്സ് ലോഡ് മുക്കി വെച്ചേക്കുന്നത്. നിനക്കെന്താന്നോ തോട് കൊണ്ട് വെച്ചേക്കുന്നുണ്ടോ? ഉള്ളിയും പച്ചമുളകും സവാളയൊക്കെ അതൊക്കെ നിനക്ക് അരിയാൻ കൊണ്ട് വെച്ചേക്കുവാ. പിന്നെ ലിജി രാവിലെ നിർത്തിക്കണം, 2 ദിവസമായിട്ട് നിർത്തിക്കുന്നില്ല. ഞങ്ങൾ പിന്നെ ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് കുറച്ച് ദിവസമായി. കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ കരുതി. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇനി പോകാൻ പറ്റുള്ളൂ. ക്രിസ്മസ് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അന്നേരം ലിജിൻ്റെ വീട്ടിൽ കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യിക്കാമെന്ന് കരുതുന്നു. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും അല്ലേ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത പരിപാടിയും കാര്യങ്ങളൊക്കെ കിടക്കട്ടെ. എന്നിട്ട് കറി വെക്കാൻ പോട്ടെ. ഞാനാണ് ഇന്ന് ചൂരക്കറി വെക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ വെക്കുന്ന അടിപൊളി നാടൻ ചൂരക്കറി കാണാം കേട്ടോ. അപ്പോൾ ചൂരക്കറി കാണാൻ താല്പര്യമുള്ളവർ സ്റ്റേ ബാക്ക് ചെയ്യാൻ, ഓൺലൈനിൽ നാളെ വീഡിയോ വരുന്നതായിരിക്കും അല്ലേ. അടുത്ത കിഡിലായിട്ട് കറി വെക്കും. ഞാൻ എന്നെ തന്നെ അവൾക്ക് കറി വെക്കാൻ നല്ലോണം അറിയില്ല ഗൈസ്, എനിക്ക് നല്ലോണം അറിയാം. അമ്മ കുക്ക് ചെയ്ത് ഞങ്ങൾ 3 വർഷമായില്ലേ കുക്കിംഗ് വീഡിയോ തുടങ്ങിയിട്ട്. അപ്പോൾ ക്യാമറ വീഡിയോ എടുക്കുന്നത് ഞാനായിരുന്നു. അപ്പോൾ ലിജി വന്നതിന് ശേഷം ലിജി ആയിരുന്നു വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മുടെ അമ്മയുടെ ചാനലിൽ പണ്ടത്തെ വീഡിയോ, ആദ്യം തൊട്ടുള്ള വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും കുക്ക് ചെയ്യുന്ന വീഡിയോകൾ. അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് കാണണം എല്ലാവരും. അപ്പോൾ ആ വീഡിയോയിൽ കണ്ടാൽ ഞാൻ അതൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ കുക്കിംഗ് പഠിച്ചു വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ. അപ്പോൾ അതാ സംഭവം. അപ്പോൾ ഞാൻ ഇന്ന് കറി വെക്കാൻ പോകും. അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് റെസ്റ്റ് കേട്ടോ. 2 ദിവസത്തെ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് കൊടുക്കാൻ കരുതി. പിന്നെ തുണിയിലൊക്കെ കണ്ട് കുറേയേറെ പരിപാടികളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. എല്ലാവർക്കും ഒരു ബൈ പറയും. അടുത്ത വീഡിയോ കാണുന്ന പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ. ചോദിച്ചില്ല, അതെന്തോ കൊതുക് കടിച്ച, രാത്രി കൊതുകടി ഉണ്ട്, അതാ സംഭവം. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറയല്ലേ ജി. ബൈ ബൈ. അച്ഛൻ അവിടെ കിടന്നു കേട്ടോ. അച്ഛനെ വിളിച്ചുണർത്തിക്കൊണ്ട് ഞാൻ പോട്ടെ മീൻ പിടിക്കാനായിട്ട്. മീൻ പിടിച്ചിട്ട് വേറൊന്നുമില്ല, കറി വെക്കാനായിട്ട് മീൻ എന്തെങ്കിലും നോക്കുകയാണ് കേട്ടോ. അപ്പം അത്രയും പുറത്തുള്ള കടലിലെ മീനൊക്കെ എപ്പോഴും കഴിക്കണ്ടല്ലോ, ആകും. അതെ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ കേട്ടോ.